ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നൊരു കാര്യം കണ്ടൻമെൻ്റ് എന്ന് പറയും. അതായത് നമ്മളുള്ളതിൽ ഹാപ്പി ആയിരിക്കുക. പലപ്പോഴും പക്ഷേ നമ്മൾ സാധാരണ ചെയ്യാറുള്ള നേരെ തിരിച്ചാണ്. നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് നമുക്ക് എന്തില്ല അതോർത്ത് നമ്മൾ ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മുടെ എല്ലാ സന്തോഷവും കളയുന്നതാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. എത്ര നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, വളരെ അതായത് പുറമേ ഒരാളുടെ നോട്ടത്തിൽ വളരെ ഒരു നല്ല ജീവിതം, നല്ല ലൈഫിന് നല്ല ക്വാളിറ്റി ഉള്ളൊരു ജീവിതം ഉണ്ട് എന്ന് മറ്റുള്ളവർ വിശ്വസിക്കുന്ന ആൾക്കാരിൽ പലരും, ഒത്തിരി പേര്, ധാരാളം പേര്, അവർ പേഴ്സണലി നോക്കിക്കഴിഞ്ഞാൽ അവർ ഹാപ്പിയല്ല. അവർ മറ്റുള്ള ആൾക്കാരെ കമ്പയർ ചെയ്ത് അവർക്ക് എന്താണ് ഇല്ലാത്തത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് ഹാപ്പിനെസ് കളയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ബ്ലെസ്സിങ്സും എല്ലാ കാര്യങ്ങളും സൗഭാഗ്യങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എല്ലാ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ നമുക്ക് എന്തൊക്കെയുണ്ട്, നമുക്ക് എത്രയോ ആൾക്കാർ രാത്രിയിൽ ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റിട്ടില്ല. നമുക്ക് കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, കഴിക്കാൻ ആഹാരമുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ ഏറ്റവും വലിയൊരു സക്സസ് അല്ലേ? കാരണം എത്രയോ ആൾക്കാർക്ക് അതില്ല, എത്രയോ ആൾക്കാർ ഉറങ്ങുന്നില്ല, ഉറക്കം കിട്ടാത്ത ആൾക്കാരുണ്ട്. എത്രയോ ആൾക്കാർ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു മാസങ്ങൾ കൂടി ഒന്ന് ഉറങ്ങി എന്ന് പറയുന്നതിനെ വലിയൊരു ഹാപ്പിനെസ്സായിട്ട് പറയുന്നവരുണ്ട്. അപ്പോൾ എന്താണ് നമ്മളെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്, എന്താണ് നമ്മൾ കിട്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് താങ്ക്ഫുള്ളായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് അവർ ഹാപ്പി ആയിരിക്കും. അവർക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്നും ഓർത്ത് അതിന് നന്ദി പറഞ്ഞ് ജീവിക്കുമ്പോൾ അവർ തന്നെ അവരുടെ സ്ട്രെങ്ത് അവർ തന്നെ തിരിച്ചറിയുവാണ്. അതായത് മറ്റാർക്കൊക്കെയോ ഇല്ലാത്തത് കാര്യങ്ങൾ എനിക്കുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒത്തിരി ആൾക്കാരുടെ മുകളിൽ തന്നെയാണ്, ഒത്തിരി ഉയരത്തിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഹാപ്പിയായിട്ട് ജീവിക്കും. ഹാപ്പിയായിട്ട് ജീവിക്കാതെ ഭാവിയിൽ ഹാപ്പി ആകാൻ വേണ്ടി ധാരാളം ആൾക്കാരിരിക്കുന്നു. അവർ ഇന്ന് പ്രസൻറ്റ് അവർ ഹാപ്പിയല്ല, അൺഹാപ്പിയായിട്ട് അവർക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചും ചർച്ച ചെയ്തും അവരുടെ ഹാപ്പിനെസ് കളയുകയും നാളെ ഭാവിയിലെന്നോ നമുക്ക് നല്ല കാര്യങ്ങൾ എന്തോ വരും, അന്നേരം ഹാപ്പി ആകാൻ വേണ്ടി ഇരിക്കുന്ന ധാരാളം ആൾക്കാരെ അറിയാം. അങ്ങനെ ഒരു ഹാപ്പിനെസ് ഒരു പക്ഷേ ഉണ്ടായെന്നും വരികയില്ല. അപ്പോൾ അതുകൊണ്ട് പ്രസൻറ്റ് എൻജോയ് ചെയ്യുക. ഇന്ന് എന്താണോ നമുക്കുള്ളത്, അത് എന്തൊക്കെയാണുള്ളത് എന്ന് ചിന്തിക്കുക. അതിൽ നമ്മൾ ഹാപ്പിയായിട്ടും അതിൽ നമ്മൾ താങ്ക്ഫുള്ളായിട്ടും നന്ദി പറഞ്ഞും ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എന്ന് ഹാപ്പിയായിട്ട് ജീവിക്കാം. നമ്മുടെ ലൈഫിൽ നമ്മളൊരു ഹാപ്പി അല്ലാതെ ഒരു ദിവസം കളഞ്ഞാലല്ലോ, ഒരു മണിക്കൂറല്ലോ, ഒരു മിനിറ്റ് കളഞ്ഞാൽ ആ മിനിറ്റ് നമുക്ക് തിരിച്ച് കിട്ടാനുണ്ടാകില്ല. ഒരു പക്ഷേ നമ്മളുടെ ഏറ്റവും നഷ്ടപ്പെട്ടാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു കാര്യം നമുക്ക് നഷ്ടപ്പെടുത്തി കളയുന്ന സമയം തന്നെയായിരിക്കും. ബാക്കി ഒരു പക്ഷേ നമുക്ക് പൈസ നഷ്ടപ്പെട്ടാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയേക്കാം മറ്റു കാര്യങ്ങൾ. കാരണം നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട്, ബാലൻസ് എത്രയുണ്ടെന്നൊക്കെ നമുക്ക് ബാങ്കിൽ ബാലൻസ് എത്രയുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം, നമ്മുടെ അസറ്റ് നോക്കാം. പക്ഷേ നമ്മുടെ കയ്യിൽ ബാലൻസ് എത്ര ടൈം ഉണ്ടെന്ന് മാത്രം നമുക്കറിയില്ല. നമുക്കിനി അവശേഷിക്കുന്ന സമയം എത്രയുണ്ടെന്നുള്ളതാണ് അറിയാൻ പാടില്ലാത്തൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഓൾവേസ് ബി ഹാപ്പി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ച് സിറ്റുവേഷൻസ് വരും, നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ് വരാം, അല്ലെങ്കിൽ നമ്മൾ അപ്സെറ്റ് ആകുന്ന സിറ്റുവേഷൻ ഏത് ലെവലിലും ഉണ്ടാവാം. പക്ഷേ എത്രയും പെട്ടെന്ന് തിരിച്ചു വരിക, ബൗൺസ് ബാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ള സമയം വിനിയോഗിക്കുക, ഉള്ള സമയം ഹാപ്പി ആയിട്ടിരിക്കുക, ഉള്ളതിന് നന്ദി പറഞ്ഞ് ജീവിക്കുക. എല്ലാ ദിവസവും രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നതും രാത്രി കിടക്കുന്നതും നമുക്ക് ഉള്ള കാര്യങ്ങൾ, ദൈവം അനുവദിച്ച കാര്യങ്ങൾ, നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്നും ചോദിക്കാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. ആരോടും നമ്മളൊരു പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ കൊടുത്ത് വാങ്ങിയ ഒരു ലൈഫൊന്നുമല്ല, നമ്മൾ ചൂസ് ചെയ്ത് ഒന്നുമല്ല. നമുക്ക് എങ്ങനെയൊക്കെയോ നമ്മളറിയാതെ കിട്ടിയ ലൈഫാണ്. ആ ലൈഫ് മാക്സിമം നമുക്കുള്ള പീരീഡ്, നമ്മുടെ വിസ പീരീഡും ലിമിറ്റഡാണ്. ധാരാളം ആൾക്കാർ നമുക്ക് മുമ്പ് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്നു പോയിട്ടുണ്ട്, ഇനി ഇഷ്ടംപോലെ ആൾക്കാർ വരാനുമുണ്ട്. അതിനിടയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു ടൈമാണ് നമുക്ക്. അടുത്ത ജന്മം ഉണ്ടെന്നൊക്കെ പറയുന്നവരും പറയാത്തവരും നമുക്കറിയില്ല. ഇനി സ്വർഗം എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണോന്നും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഉള്ള നിമിഷങ്ങൾ കളയാതിരിക്കുക. അതെപ്പോഴും ഒരു സാഹചര്യത്തിലും മറ്റൊരാളെയും അതിന് അനുവദിക്കാതിരിക്കുക. ആരെങ്കിലും നമ്മുടെ ഹാപ്പിനെസ് കളയുന്നവരുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഒരിക്കലും നമ്മുടെ മൈൻഡ് സെറ്റിനെ ബാധിക്കുന്ന, നമ്മുടെ ഹാപ്പിനെസ്സിനെ ബാധിക്കുന്ന, നമ്മുടെ സന്തോഷത്തിനെ ബാധിക്കാവുന്ന ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. ഈവൻ ഒരു ജോലിയാണേലും ബിസിനസ് ആണേലും നമുക്ക് സ്ട്രെസ്സ് തരുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്തിട്ട് കാര്യമില്ല. കാരണം സ്ട്രെസ്സ് എന്തിനാണ് നമ്മളൊരു ജോലി ചെയ്യുന്നത്, എന്തിനാണ് ഒരു ബിസിനസ് ചെയ്യുന്നത്? നമ്മൾ ഹാപ്പിയായിട്ട് ഫൈനലി നമുക്ക് ഹാപ്പിയായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ്. അത് നമുക്ക് നടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിൽ എന്താ മീനിങ് ഉള്ളത്? നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് എന്താണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും നോക്കണം.
പക്ഷേ നമ്മളെ ബിസിനസ്സോ നമ്മുടെ ജോലിയോ നമ്മുടെ ഹാപ്പിനെസ് കളയുന്നുണ്ടെങ്കിൽ ആ ഹാപ്പിനെസ് കളഞ്ഞുകൊണ്ട് അത് പൈസ എന്ന് പറഞ്ഞൊരു ഒറ്റ ഫാക്ടറിന് വേണ്ടി അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ വലിയ മീനിങ് ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ ഫൈനലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യുന്നതായിരിക്കണം. അത് എൻജോയ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്ട്രെസ്ഫുള്ളായിട്ട് ജീവിച്ചാൽ നമ്മുടെ ഉള്ള ലൈഫ് തന്നെ മിസറബിൾ ആകുകയും വീണ്ടും അത് ഹെൽത്ത് ഇഷ്യൂസ് കൂട്ടുകയും വീണ്ടും നമുക്ക് ഒരിക്കലും നാളെ എന്നെങ്കിലും നന്നാവുമെന്ന് പ്രതീക്ഷിക്കുന്നതിനകത്ത് അർത്ഥമില്ല. അപ്പോൾ നമ്മൾ ബി ഹാപ്പി, ബി താങ്ക്ഫുൾ.